ഏപ്രിൽ 2 പെസഹ വ്യാഴാഴ്ച. യോഹന്നാൻ 13 1 മുതൽ 15 വരെ വാക്യങ്ങൾ. ബിഷപ്പ് ഫുൾട്ടൻ ഷീൻ 1979 മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ടെലിവിഷൻ അഭിമുഖം നടത്തി. ഒരു റിപ്പോർട്ടർ ചോദിച്ചു, പിതാവേ, അങ്ങ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചു. ആരാണ് പിതാവിനെ പ്രചോദിപ്പിച്ചത്? അതിശയകരമെന്ന് പറയട്ടെ, അത് ഒരു മാർപ്പാപ്പയോ മറ്റേതെങ്കിലും ബിഷപ്പോ പുരോഹിതനോ ആയിരുന്നില്ല. പിന്നെയോ 11 വയസ്സുള്ള ഒരു ചൈനീസ് പെൺകുട്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. 1940കളുടെ അവസാനത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ചൈന പിടിച്ചെടുത്തപ്പോൾ അവർ ഒരു പുരോഹിതനെ സ്വന്തം റെക്ടറിയിൽ തടവിലാക്കി. ഒരു ദിവസം ജനാലയിലൂടെ നോക്കിയപ്പോൾ പട്ടാളക്കാർ പള്ളിയിൽ പ്രവേശിച്ച് കൂദാശകൾ വെച്ചിരുന്ന സക്രാരി തകർത്ത് വാഴ്ത്തപ്പെട്ട ഓസ്തികൾ തറയിൽ വിതർന്നത് കണ്ട് അദ്ദേഹം ഭയന്നുപോയി. ആ ഓസ്തികളുടെ എണ്ണം അദ്ദേഹത്തിന് കൃത്യമായി അറിയാമായിരുന്നു, 32. എന്നാൽ ആ സമയത്ത് ഒരു പെൺകുട്ടി പള്ളിയുടെ പിൻഭാഗത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പട്ടാളക്കാർ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവൾ ഒളിച്ചിരുന്നു. ആ രാത്രി ആ പെൺകുട്ടി പള്ളിയിൽ തിരിച്ചെത്തി 1 മണിക്കൂർ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. വെറുപ്പിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രവൃത്തിക്ക് സ്നേഹത്തിൻ്റെ നഷ്ടപരിഹാരമായൊരു പ്രവൃത്തി. പിന്നെ അവൾ സാങ്ച്വറിയിൽ പ്രവേശിച്ച് മുട്ടുകുത്തി കുനിഞ്ഞ് നാവുകൊണ്ട് ഒരു വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അങ്ങനെ എല്ലാ രാത്രിയിലും അവൾ ചെയ്തു. 1 മണിക്കൂർ നേരം പ്രാർത്ഥനയിൽ ചെലവഴിക്കും, പിന്നെ നാവുകൊണ്ട് ദിവ്യകാരുണ്യ സ്വീകരണം ചെയ്യുന്നു. 32ാമത്തെ രാത്രിയിൽ, അതായത് അവസാനത്തെ കുർബാന കഴിച്ചതിന് ശേഷം, അബദ്ധവശാൽ ഒരു ചെറിയ ശബ്ദം അവളിൽ നിന്നുണ്ടായി. അത് ഒരു പട്ടാളക്കാരനെ ഉണർത്താൻ പര്യാപ്തമായിരുന്നു. അവൾ ഓടിപ്പോയെങ്കിലും പട്ടാളക്കാരൻ അവളെ പിടികൂടി തൻ്റെ റൈഫിൾ ബട്ട് കൊണ്ട് അവളെ അടിച്ചു. പുരോഹിതൻ നോക്കിയപ്പോൾ ആ പെൺകുട്ടി മരിക്കുന്നതാണ് കണ്ടത്. ഈ കഥ തന്നെ വളരെയധികം പ്രചോദിപ്പിച്ചതായി ബിഷപ്പ് ഷീൻ പറഞ്ഞു. കൂദാശ ചെയ്യപ്പെട്ട തിരുവോസ്തിയിൽ എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിൽ അതിന് മുന്നിൽ ചെലവഴിക്കുമെന്ന് അന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനം അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുകയും ഒരു പുരോഹിതനെന്ന നിലയിൽ ജീവിതത്തിലെ എല്ലാ വർഷത്തിലും സുവിശേഷ പ്രഘോഷണത്തിന് ശക്തി നൽകുകയും ചെയ്തു. ഈ വർഷം സെപ്റ്റംബർ മാസം അദ്ദേഹത്തെ തിരുസഭ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കും. പെസഹ വ്യാഴാഴ്ച ദിവസം യേശു തൻ്റെ അപ്പോസ്തലന്മാരോട് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ പൗരോഹിത്യത്തിൻ്റെ കൂദാശ സ്ഥാപിക്കപ്പെട്ടു. ദൈവം നിയമിച്ച മനുഷ്യ ഉപകരണങ്ങളായ പുരോഹിതന്മാരിലൂടെയാണ് സഭയുടെ കൂദാശകളിൽ, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തിൽ, ദൈവസ്നേഹത്തിൻ്റെ സമൃദ്ധി നമുക്ക് ലഭിക്കുന്നത്. പൗരോഹിത്യവും ദിവ്യകാരുണ്യവും വളരെയധികം അടിസ്ഥാനപരമായി ഏകീകൃതമാണ്. പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ദിവ്യകാരുണ്യത്തിന് തുടർച്ചയായി അർപ്പണം ലഭിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ ശക്തിയും പ്രചോദനവും ലഭിക്കുന്നത് ദിവ്യകാരുണ്യത്തിൽ നിന്നുമാണ്. ഒന്നിന് മറ്റൊന്നിനെ കഴിയാതെ ജീവിക്കാൻ കഴിയില്ല.
പെസഹ വ്യാഴാഴ്ച സ്നേഹത്തിൻ്റെ ഒരു ദിവസമാണ്. യേശു തൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് കാണിച്ചു തന്ന ദിവസം. തൻ്റെ സ്വന്തം ശരീരവും രക്തവും നമ്മുടെ നിത്യഭക്ഷണമായി നമുക്ക് നൽകുന്നു. അങ്ങനെ ദിവ്യകാരുണ്യ കൂദാശ അദ്ദേഹം സ്ഥാപിച്ചു. കുരിശിൽ അർപ്പിച്ച നിത്യവും ഏകവുമായ യാഗത്തിൽ അവിടുന്ന് നമുക്കായി സമർപ്പിക്കുന്നു. നമ്മുടെ നിത്യപോഷണമായി അവൻ നമ്മോടൊപ്പം തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ അവിടുന്ന് പൗരോഹിത്യ കൂദാശ സ്ഥാപിച്ചു. പുരോഹിതരുടെ ശുശ്രൂഷയിലൂടെ യേശു തൻ്റെ മഹത്വത്തിൽ വീണ്ടും വരുന്നതുവരെ ദിവ്യകാരുണ്യ കൂദാശ ആഘോഷിക്കപ്പെടുന്നു. ഒടുവിൽ ദിവ്യകാരുണ്യത്തിൽ നമുക്ക് ലഭിക്കുന്ന സ്നേഹം പരസ്പരം എളിമയോടെയും സ്നേഹത്തോടെയും സേവിക്കുന്നതിനാണ് എന്ന മാതൃക നമ്മെ പഠിപ്പിക്കാൻ അവിടുന്ന് അപ്പോസ്തലന്മാരുടെ പാദങ്ങൾ കഴുകി. പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് കാണിച്ചു തന്ന അതേ സ്നേഹത്തിലൂടെയും സേവനത്തിലൂടെയും ദൈവത്തെയും അവൻ്റെ ജനത്തെയും സ്നേഹിക്കാനും സേവിക്കാനുമുള്ള അപ്രതിരോധ്യമായ ആഗ്രഹം ഓരോ ദിവ്യകാരുണ്യ ആഘോഷവും നമ്മിൽ ഉണർത്തട്ടെ. പെസഹ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.